വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കേരള അടിസ്ഥാന വസ്തുക്കൾ, കേരളത്തിന്റെ അടിസ്ഥാന വസ്തുക്കൾ അഥവാ കേരള ബേസിക് ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് പഠിച്ച് തീർത്ത് വെച്ചിട്ടുള്ള ഭാഗമാണ്. ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പൊ കുറെ നാളായി ഇപ്പൊ നമുക്ക് ആ ഒരു ഒന്ന് പൊടി തട്ടി എടുക്കുക, ആ സബ്ജക്റ്റിനെ ഒന്ന് പൊടി തട്ടി എടുക്കുന്ന ഒരു കാര്യം കൂടെ ഇവിടെ ചെയ്യണം. അപ്പൊ പഠിച്ച കാര്യങ്ങളും പഠിക്കാത്ത കാര്യങ്ങളും ഒക്കെ ഒന്ന് ഓർമ്മിക്കാനായിട്ട്, പഠിക്കാത്ത കാര്യങ്ങൾ പുതിയത് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാനൊക്കെ സഹായിക്കും. അപ്പൊ ഇതിപ്പോ നമ്മൾ പഠിക്കുന്നത് ഓരോ ടോപ്പിക് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസുമായി, ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇനി ഇത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക് 100 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പൊ നമ്മൾ എല്ലാ ടോപ്പിക്കുകളും ഒരേ സമയം കവർ ചെയ്യും. അങ്ങനെയായിരിക്കും. അപ്പൊ ഇതിപ്പോ ഈ പഠിച്ച കാര്യങ്ങളൊന്നും ഓർമ്മ പുതുക്കലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യം പഠിച്ചാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് ഇങ്ങനെയാണ്: ഇന്ത്യയിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി എവിടെയാ തുടങ്ങിയെന്നാ? ഇന്ത്യയിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ, റബ്ബർ കൃഷി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയാ? കേരള പറയാ. അപ്പൊ കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താ ആരംഭിച്ചത്? റബ്ബർ കൃഷി ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കുക. കേരളത്തില് എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട്? അടുത്ത ചോദ്യം: കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. ഇനി അടുത്തത്: കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി, കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കിയ മന്ത്രി ആരാണ്? MN ഗോവിന്ദൻ നായരാണ്. ആരാണ്? MN ഗോവിന്ദൻ നായരാണ്. ലക്ഷം വീട് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയത് ആരാണ്? MN ഗോവിന്ദൻ നായരാണ് കേട്ടോ. MN ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന മന്ത്രിയാണ് എന്ത് നടപ്പിലാക്കിയതാ? ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കിയതാ. ഇനി ലോക പൈതൃക പട്ടികയിൽ, യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പർവ്വത നിര ഏതാണ്? യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പർവ്വത നിര ഏതാണ്? അല്ലെങ്കിൽ മലനിര ഏതാണ്? പശ്ചിമഘട്ടം. ഓപ്ഷൻ പശ്ചിമഘട്ടം, സൈലന്റ് വാലി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഏതാണ്? പശ്ചിമഘട്ടമാണ്. കേരളത്തില് കടലോരങ്ങളിൽ, കടലോരങ്ങളിൽ ഏത് മണ്ണാ കാണുക? കടലോരങ്ങളിൽ. ഇങ്ങനെ ചോദിക്കുമ്പോ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും. കടൽ ഭാഗത്ത് ഏത് മണ്ണാ കാണുക? മണലല്ലേ കാണുക? മണല് കേട്ടാ. കേരളത്തിൽ കടലോരങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? മണലാണ്. അടുത്തത്: കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? ഏതാ നമ്മുടെ സംസ്ഥാന മത്സ്യം? കരിമീനാണ്. നമ്മുടെ സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീനാണ്. അടുത്തത്: സംസ്ഥാനത്തെ കലാലയങ്ങളെ ഹരിതാപമാക്കാൻ, സംസ്ഥാനത്തെ കലാലയങ്ങളെ ഹരിതാപമാക്കാനായി വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ മരം. സംസ്ഥാനത്തെ കലാലയങ്ങളെ ഹരിതാപമാക്കാൻ വനം വിദ്യാഭ്യാസ വകുപ്പുകൾ ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ മരം. ഇനി കേരളത്തിൽ ഹൈക്കോടതി എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളമാണ്. അടുത്തത്: കേരളത്തിലെ ജില്ലകൾ എടുക്കുമ്പോൾ അതിൽ സമുദ്രം ഇല്ലാത്തതും സംസ്ഥാനത്തെ ജില്ലകളുമായി മാത്രം എന്താണ്? ചുറ്റപ്പെട്ടതുമായ, അല്ലെങ്കിൽ സംസ്ഥാനത്തെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ഏക ജില്ല ഏതാണ്? കോട്ടയം. ക്ലിയർ ആയോ? കേരളത്തിൽ സമുദ്രതീരമില്ലാത്തതും സംസ്ഥാനത്തെ ജില്ലകളുമായി മാത്രം എല്ലാ വശവും ചുറ്റപ്പെട്ടതുമായ ഏക ജില്ല ഏതാണ്? കോട്ടയം ജില്ലയാണ്. അടുത്ത ചോദ്യം: ബീഡി വ്യവസായം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന ജില്ല ഏതാണ്? കണ്ണൂരാണ്. ബീഡി വ്യവസായം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന ജില്ല കണ്ണൂരാണ്. അടുത്തത്: മലബാർ സിമന്റ്സ് എന്ന വ്യവസായ കേന്ദ്രം, മലബാർ സിമന്റ്സ് എന്ന വ്യവസായ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാളയാറാണ്. മലബാർ സിമന്റ്സ് എന്ന വ്യവസായ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാളയാറാണ്.
അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉള്ളത് മലപ്പുറം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ഏതാണ്? ചെറുകുളത്തൂർ ആണ്. ചെറുകുളത്തൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ഏതാണ്? ചെറുകുളത്തൂർ ആണ്. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ ആണ്. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ ആണ്. അടുത്തത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ ലഭ്യമാകുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? തുലാവർഷം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അറിയപ്പെടുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇതാണ് തുലാവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരുടെയാണ്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിച്ചത് എവിടെയാണ്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിച്ചത് പാറപ്പുറത്താണ്. എവിടെയാണ്? പാറപ്പുറം എന്ന സ്ഥലത്താണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിച്ചത് പാറപ്പുറം എന്ന സ്ഥലത്താണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള സംഗീത നാടക അക്കാദമി. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ ആണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശൂരാണ്. ഇനി ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഏത്? കേരളം. നാഗാലാൻഡ്, കേരളം, തമിഴ്നാട്, ഗോവ എന്നൊക്കെ ഉത്തരം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്രിസ്തുമത വിശ്വാസികൾ കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം ഏതാണ്? സഹ്യന് കുറുകെ കാണപ്പെടുന്ന ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. ഇനി കേരള ഹൈക്കോടതിയുടെ കീഴിൽ, കേരള ഹൈക്കോടതി ഉണ്ടല്ലോ, ആ ഹൈക്കോടതിന് കീഴിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. കേരള ഹൈക്കോടതിക്ക് കീഴിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് KSFE അതിന്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ആരാണ്? വൈസ് ചാൻസലർ. കേരളത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ് ആണ്. ആരാണ്? ഡോക്ടർ ജാൻസി ജെയിംസ് ആണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ. ആരാ? ഡോക്ടർ ജാൻസി ജെയിംസ് ആണ്. അടുത്ത ചോദ്യം, ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? അങ്കമാലിയാണ്. ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? അങ്കമാലിയാണ്. ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? അങ്കമാലിയാണ്. ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലിയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? കേരള സാഹിത്യ അക്കാദമി. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്ത് പറയണം? സർദാർ KM പണിക്കരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? സർദാർ KM പണിക്കരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? സർദാർ KM പണിക്കരാണ്. അടുത്തത്, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? പാല നാരായണൻ നായരാണ്. പാല നാരായണൻ നായരാണ്. പാല നാരായണൻ നായർ ട്ടോ. ഇനി അടുത്തത്, കേരളത്തിലെ കടലോര തീരങ്ങളിലെ കരിമണലിൽ നിന്ന് ലഭിക്കുന്ന, കേരളത്തിലെ കടലോരങ്ങളിലെ
കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതുക്കൾ ഏതൊക്കെയാണ്? ഒന്ന് ഇൽമനൈറ്റ്, അടുത്തത് മോണോസൈറ്റ്. ഇത് സ്ഥിരം ചോദിക്കാറുള്ള ചോദ്യാട്ടോ, വളരെ ഇമ്പോർട്ടന്റ്, കുറെ പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ കരിമണലിൽ നിന്ന്, കടലോരങ്ങളിലെ കരിമണലുകളിൽ നിന്ന് ലഭിക്കുന്ന എന്താണ്? നമ്മുടെ ധാതുക്കളാണ് ഇൽമനൈറ്റും മോണോസൈറ്റും. ഇനി ഇന്ത്യയിൽ റബ്ബർ ആദ്യമായിട്ട് കൃഷി തുടങ്ങിയത് കേരളത്തിലാന്ന് പറഞ്ഞു. റബ്ബർ ഉൽപാദനത്തിൽ, റബ്ബർ പ്രൊഡക്ഷനിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കോട്ടയാണ്. റബ്ബർ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കോട്ടയമാണ്. അടുത്തത് കേരള എന്താ പറയാ, വനിതാ കമ്മീഷൻ, വുമൻസ് കമ്മീഷൻ അല്ലെ, വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരാണ്? കേരള വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ബി സുഗതകുമാരിയാണ്. കേരള വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരാണ്? ബി സുഗതകുമാരിയാണ്. അടുത്തത് കിടപ്പ് രോഗികൾക്ക് 10 സെന്റ് സ്ഥലം വരെ, കുടികിടപ്പുകാർക്ക് 10 സെന്റ് സ്ഥലം വരെ ഉടമസ്ഥാവകാശം പതിച്ചു കൊടുക്കാനായിട്ട് ലക്ഷ്യമിട്ട ഭൂപരിഷ്കരണ നിയമം. എനിക്ക് പനിയാണ്, എന്റെ ശബ്ദത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാട്ടോ നിങ്ങള്. കുടികിടപ്പുകാർക്ക് 10 സെന്റ് സ്ഥലം വരെ ഉടമസ്ഥാവകാശം പതിച്ചു കൊടുക്കാൻ ലക്ഷ്യമിട്ട ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1970. ഭൂപരിഷ്കരണ നിയമം എത്ര സെന്റ് സ്ഥലം എന്നാ പറഞ്ഞത്? നമ്മൾ 10 സെന്റ് സ്ഥലം, കുടികിടപ്പുകാർക്ക് 10 സെന്റ് സ്ഥലം വരെ അല്ലെ. അപ്പൊ ഭൂപരിഷ്കരണ നിയമം എന്നാ വന്നത്? 1970 വന്നത്. അടുത്ത ചോദ്യം നോക്കൂ. കേരളത്തിൽ പുതിയതായി സ്ഥാപിതമായ വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ്, ഇത് ചോദ്യം 2015 അതുകൊണ്ടാണ് ഈ പുതിയതായി നിയമിതമായ എന്നൊക്കെ പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ അങ്ങനെയൊന്നും ചോദിക്കില്ല. വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസിന്റെ ആസ്ഥാനം, എവിടെയാണ്? പൂക്കോടാണ്. പൂക്കോട് എവിടെയാ? വയനാടാണ്. അപ്പൊ വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസിന്റെ ആസ്ഥാനം എവിടെയാണ്? പൂക്കോട്. വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസിന്. ഇനി അടുത്തത് കുമരകത്തിനും അതുപോലെ തന്നെ തണ്ണീർമുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപ് ഏതാണ്? പാതിരാമണലാണ്. കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപ് ഏതാണ്? പാതിരാമണലാണ്. ഏതാണ്? പാതിരാമണൽ. കൊച്ചി മെട്രോ ഇന്ത്യയിലെ എത്രാമത്തെ മെട്രോയാണ്? കൊച്ചി മെട്രോ ഇന്ത്യയിലെ 8ാമത്തെ മെട്രോയാണ്. കൊച്ചി മെട്രോ ഇന്ത്യയിലെ എത്രാമത്തെ മെട്രോയാണ്? 8ാമത്തെ മെട്രോയാണ്. കരപ്പുറം എന്ന മുമ്പ് അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? കരപ്പുറം എന്ന മുമ്പ് അറിയപ്പെട്ടിരുന്ന സ്ഥലം ചേർത്തലയാണ്. കരപ്പുറം എന്ന മുമ്പ് അറിയപ്പെട്ടിരുന്ന സ്ഥലം ചേർത്തലയാണ്. കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം ഏതാണ്? കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം ഏതാണ്? എടക്കലാണ്. ഏതാണ്? എടക്കൽ ഗുഹ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? കേരളത്തിലെ നവീന ശിലായുഗം. ഇനി അടുത്തത് കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാൻ സഹായിച്ച രാജ്യം ഏതാണ്? ജപ്പാനാണ്. കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കാനായിട്ട് സഹായിച്ച രാജ്യം ജപ്പാനാണ്. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ആലപ്പുഴയാണ്. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ആലപ്പുഴയാണ്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളം ജില്ലയാണ്. ഏറ്റവും കുറവ് ആദിവാസികൾ കേരളത്തിൽ എവിടെയാണ്? ഏറ്റവും കുറവ് ആദിവാസികൾ കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം എവിടെയാണ്? കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്
കോട്ടൂരാണ്. എവിടെയാണ്? കോട്ടൂർ. ആന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടൂരാണ്. അടുത്തത് കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര. സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര, അതാണ് നമുക്ക് അറിയേണ്ടത്. മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ല. കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. ഭൂമിശാസ്ത്രപരമായി കുട്ടനാട് 6 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളതിൽ ഉപ്പുവെള്ളം കയറുന്ന ഭാഗം ഏതാണ്? ഉപ്പുവെള്ളം കയറുന്ന ഭാഗം ഏതാണ്? വൈക്കമാണ്. അപ്പൊ ഭൂമിശാസ്ത്രപരമായിട്ട് കുട്ടനാട് 6 ഭാഗങ്ങളായിട്ടാണ് കുട്ടനാട് കിടക്കണേ. അതില് ഉപ്പുവെള്ളം കയറുന്ന സ്ഥലത്തെ നമ്മൾ വൈക്കം എന്ന് വിളിക്കുന്നു. ഏതാണ്? വൈക്കം. ക്ലിയർ ആയില്ലേ? ഇനി കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമത്തിന്റെ പേരാണ് കൊളാവി പാലം. ഈ കൊളാവി പാലം എന്തിന് പേരുകേട്ട സ്ഥലമാണ്? കടലാമകളുടെ വിഹാര കേന്ദ്രമാണ്. കോഴിക്കോട് ജില്ലയിലെ കൊളാവി ഗ്രാമം എന്തിന് പേര് കേട്ടതാണ്? കടലാമകളുടെ വിഹാര കേന്ദ്രമാണ്. ജൈവ വൈവിധ്യ രജിസ്റ്റർ എന്താണ്? ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? വയനാട്. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല വയനാടാണ്. അടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് ഏതു വർഷമാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് 1951. 1951. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം ഏതാണ്? മാഹി. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം ഏതാണ്? മാഹിയാണ്. മാഹി. ഇപ്പൊ 2-3 ദിവസം കൊണ്ട് വേണ്ടി വരും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കേരളവുമായി ബന്ധപ്പെട്ടുള്ള പഠിക്കാൻ. കേരള ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യയിൽ പിന്നെ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി അങ്ങനെ ഓരോന്ന് വേറെ ആയിട്ടാണ് പഠിച്ചു പോണത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കി പോണത്. കേരളത്തിലെല്ലാം കൂടി കേരള ഹിസ്റ്ററിയും കേരള ഫാക്ട്സും അങ്ങനെ 2 കാറ്റഗറി ആയിട്ടാണ്. അതുകൊണ്ട് കേരള ഫാക്ട്സ് കുറച്ചധികം കൂടി ഉണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പഠിക്കാം കേട്ടോ.